വിഷുവിന് ഇങ്ങനെ ഒരു മധുരം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മൈദ പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണം എന്നുള്ളവരാണെച്ചാൽ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കട്ടോ. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഏകദേശം നമ്മളിപ്പോൾ പൊറാട്ടൻ്റെ മാവൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലായിട്ട് ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഫേസ്ബുക്കിൽ എനിക്ക് 22K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷ വാർത്ത ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 3 മാസമായിട്ടാണല്ലോ ഞാൻ ഫേസ്ബുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അതുപോലെ തന്നെ എന്നെ പഠിച്ച റബ്ബിനോടും അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിലും 25K ആയിട്ടുണ്ട്. യൂട്യൂബ് ഞാൻ കുറച്ച് കാലമായിട്ടോ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് 3 മാസമായിട്ടാണ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കി തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 3 4 ഒക്കെ എടുക്കട്ടോ. ഞാനിപ്പം കുറഞ്ഞ അളവിലാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് കാണുന്നവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം എടുക്കണ്ട കേട്ടോ, വെള്ളം ഒഴിവാക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊന്നും വേണ്ട, ഒന്ന് അരിഞ്ഞ് കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കൻ്റെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണും മധുരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെയാണ് ഞാൻ അടിച്ചെടുത്തത്. ഒട്ടും തന്നെ തരിയില്ല കേട്ടോ. ഇനി ഞാനിത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വറ്റേണ്ട ആവശ്യമില്ല. അത് കുറച്ചൊന്ന് വെന്തിട്ടൊന്ന് ആ ഒരു പഞ്ചസാര ടേസ്റ്റിനൊരു മാറ്റം വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മളെ മാവ് നല്ലോണം തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് പൂരിൻ്റെ വലുപ്പത്തിലുള്ള മാവാക്കി ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ഓരോ ഉരുളയാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളതായ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഗരം മസാലപ്പൊടിയാണ്. എല്ലാത്തിനും മുട്ട മസാലക്കറി അതുപോലെ തന്നെ വെജിറ്റബിൾ കറി അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിരിയാണി ആയാലും അതിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ഈ ഒരു ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തേ. അപ്പം നമ്മൾ ഉരുളകളാക്കി വെച്ചിരുന്നല്ലോ, അത് ഞാൻ 10 പ്രസ്സുമേൽ വെച്ച് ഒന്ന് അമർത്തി എടുത്തിന് കേട്ടോ. ഇനി ഞാൻ വാഴയിലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൈയൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലോണം തിന്നാക്കി പരത്തിയെടുക്കുക. ഒട്ടും തന്നെ കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എത്രത്തോളം തിന്നാക്കാൻ കഴിയുമോ അത്രത്തോളം തിന്നാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇല അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കാണണം കേട്ടോ. അങ്ങനെയും നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ക്യാരറ്റിൻ്റെ മിക്സിലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജാമ് തേക്കുന്നില്ലേ അതുപോലെ തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതേപോലെ മൊത്തത്തിൽ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചാൽ എല്ലാ ഭാഗത്തെത്തുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തൊന്നും ഇങ്ങനെ കടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്ത് തേങ്ങ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മടക്കുന്നത് മാതിരി നമ്മളിത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ അതാ ഒന്ന് പൂരിൻ്റെ വലുപ്പത്തിലുള്ള ഒരു മാവ് എടുത്ത് വെക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക. കുറച്ച് വെള്ളം കൈമേലാക്കിയിട്ട് പരത്തണം കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഓയിലാക്കണ്ട കേട്ടോ, വെള്ളമാക്കിയാൽ മതി. അപ്പോൾ ഇതാ നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ മിക്സ് വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. വേണ്ട ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടീന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിത് തുറന്നിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇലയിന്ന് അട വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. ചെയ്യാത്തവരുണ്ട് അഭിപ്രായം പറയണേ. ചെയ്തവരുണ്ടെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. ചെയ്യാത്തവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു ഓർത്തിട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് ഉണ്ടാവുക. മുകളിലത്തെ ആ ഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉൾഭാഗം ആ ഒരു ഫില്ലിങ് കൊടുത്തത് അധികം ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ജാമൊക്കെ തേക്കുന്നില്ലേ, അതുപോലെ ജാമ് തേക്കുന്ന പോലെ തേച്ചെടുത്താൽ മതിയാവും.